ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ ഔസേപ്പിതാവിനോടൊപ്പമുള്ള നമ്മുടെ ഈ തീർത്ഥാടനം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണത്തിരുനാളിൻ്റെ ദിനത്തെത്തി നിൽക്കുകയാണ്. മാർച്ച് 19-ാം തീയതി വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടുകൂടി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ വിശുദ്ധ ഔസേപ്പിതാവെന്ന വലിയ മാധ്യസ്ഥത്തിൻ്റെ തണൽ എന്നും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ മനസ്സിൽ ഏകാഗ്രതയിൽ, നിശബ്ദതയിൽ വിശുദ്ധ ഔസേപ്പിതാവിനെക്കുറിച്ചുള്ള നന്മ നിറഞ്ഞ ചിന്തകൾ നിറച്ചും വിശുദ്ധ ഔസേപ്പിതാവിനോട് മാധ്യസ്ഥം പ്രാർത്ഥിച്ചും നമുക്കായിരിക്കാം. മൈനർ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് തലശ്ശേരിയിലെ കടൽ തീരത്താണ് സെയിൻറ്റ് ജോസഫ് മൈനർ സെമിനാരി. മനസ്സിലുടക്കിയ ഒരു പഴയ നിയമ ഭാഗമുണ്ട്. അത് പൂർവ്വ ഔസേപ്പിതാവിനെക്കുറിച്ച് ഫറവോ പറയുന്ന ഒരു കാര്യമാണ്. അടിമത്തത്തിൻ്റെ ആ മണ്ണിൽ ഈ ജോസഫ് എന്ന് പറയുന്ന ആളെക്കുറിച്ച് ഫറവോ പറയുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെപ്പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 38-ാമത്തെ തിരുവചനമാണത്. ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെപ്പോലെയല്ലാതെ മറ്റൊരാളെ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? വറുതിയുടെ ഒരു കാലം വരാൻ പോകുന്നു എന്നുള്ളതാണ് താൻ കണ്ട സ്വപ്നങ്ങളുടെ മുഴുവൻ ഉള്ള് എന്ന് ഫറവോയ്ക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട് ഈ ജോസഫ്, പൂർവ്വപിതാവായ ജോസഫ്. സഹോദരങ്ങൾക്ക് പ്രിയപ്പെട്ടവനാകാതിരിക്കുന്നതിന് കാരണം അയാൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു എന്നുള്ളതാണ്. പിതാവിനാണെങ്കിൽ ഒരുപാട് ഇഷ്ടവും. അങ്ങനെ അവർ പൊട്ടക്കിണറ്റിൽ ഇടുന്നതും കഥകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അടിമയായി വിൽക്കുന്നതും. നോക്കൂ, അയാൾ ഈ പൊത്തിഫറിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നതും, തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രലോഭനത്തിൻ്റെ വഴികളിൽ ഉറച്ച നിലപാടും തീരുമാനവുമൊക്കെ എടുക്കുന്നത് കൊണ്ട് അയാൾ തടവിലാകുന്നതും, അവിടെ നിന്ന് അയാൾ രക്ഷപ്പെടുന്നത് ഒരു സ്വപ്നം വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. അപ്പോഴാണ് ഫറവോ ഈ കാര്യം പറയണത്. ഫറവോ തൻ്റെ ജീവിതത്തിൻ്റെ, സാമ്രാജ്യത്തിൻ്റെ ഇനിയുള്ള ഭാവിയുടെ മുഴുവൻ മേൽനോട്ടക്കാരനായി, കാര്യസ്ഥനായി, കാവൽക്കാരനായി, കരുതൽ ശേഖരത്തിൻ്റെ അധിപനായി ഒക്കെ ഈ ജോസഫിനെ മാറ്റുന്നത് നാം കാണും. ഫറവോയല്ല, ദൈവം തന്നെയാണത് ചെയ്യുന്നത്. എല്ലാം അഴിച്ചുവെച്ച അല്ലെങ്കിൽ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയതൊക്കെ അധികമായി കൊടുത്ത് അഭിമാനബോധത്തിലേക്ക് ദൈവം നയിക്കുന്നത് നാം കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഈ ജോസഫിൻ്റെ പക്കലേക്ക് മഹാദാരിദ്ര്യത്തിലും ദുഃഖത്തിലും കഷ്ടപ്പാടിലും അരക്ഷിതാവസ്ഥയിലുമൊക്കെ രാജ്യം നീങ്ങുമ്പോൾ ഫറവോ ആളുകളോട് പറയും, നിങ്ങൾ ജോസഫിൻ്റെ അരികിലേക്ക് പോകണം, നിങ്ങൾ ജോസഫിൻ്റെ അരികിലേക്ക് പോകണം. പ്രിയപ്പെട്ടവരെ, ഈ മാർച്ച് 19-ാം തീയതി നമ്മുടെ ഹൃദയത്തിലും നാം സ്നേഹത്തോടുകൂടി കേൾക്കേണ്ട ഒരു മൊഴി അതാണ്: നമുക്ക് ജോസഫിൻ്റെ അടുക്കലേക്ക് പോകണം. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ, നാം ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ സമസ്ത പ്രതിസന്ധികളെയും, നാം അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ ഗതികേടുകളെയും, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങളുടെ, ദുഃഖസാന്ദ്രമായ ജീവിതത്തിൻ്റെ അന്തരീക്ഷങ്ങളുടെ, ഒരുപക്ഷെ ബന്ധങ്ങളിൽ വന്ന വല്ലാത്ത ഉലച്ചിലുകളുടെ, തകർച്ചകളുടെ, നമ്മുടെ ജീവിതത്തിൽ സ്നേഹനിരാസം സംഭവിച്ചതിൻ്റെ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ക്ഷതങ്ങൾ സംഭവിച്ചതിൻ്റെ ഒക്കെ മുറിവുകൾ പേറുന്ന അത്തരം വരൾച്ച നേരിടുന്ന സന്ദർഭങ്ങളിൽ ഹൃദയപൂർവ്വം കേൾക്കണം ആ സുവിശേഷ മൊഴി: ജോസഫിൻ്റെ അരികിലേക്ക് നിങ്ങൾ പോകണം. കാരണം ജോസഫിൻ്റെ അരികിലുണ്ട് ഈ ജീവിതത്തിൻ്റെ പ്രതിസന്ധി അതിജീവിക്കാനുള്ള വലിയ കരുതൽ ശേഖരം. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത വഴികളിലും കാവൽ നിൽക്കാനുള്ള, മധ്യസ്ഥക്കാരനാകാനുള്ള സർവ്വസിദ്ധിവിശേഷവും സർവ്വശക്തിയും അതിനുള്ള സഹായ മനസ്ഥിതിയും അതിനുള്ള മനസ്സലിവുമുള്ള വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ അരികിലേക്ക് തന്നെ നാം പോകണം എന്നുള്ളത് വളരെ ഹൃദയപൂർവ്വം നാം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാവൽക്കാരനായ വിശുദ്ധ ഔസേപ്പിതാവ് പ്രതിസന്ധിയുടെ എല്ലാ ഘട്ടങ്ങളിലും, ഒരുപക്ഷെ സഭ ബുദ്ധിമുട്ടും ക്ലേശങ്ങളും ചുറ്റും പരിസരങ്ങളിൽ നിന്നൊക്കെ എതിർപ്പുകളും പ്രലോഭനങ്ങളും പ്രതിസന്ധികളുമൊക്കെ നേരിടുന്നൊരു കാലത്ത് ഈ വാക്കിന്, ഈ തിരുമൊഴിക്ക് ഏറെ പ്രസക്തിയുണ്ട്. ജോസഫിൻ്റെ അരികിലേക്ക് പോവുക. ജോസഫിൻ്റെ അരികിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അത് കുറച്ചുകൂടി നിശബ്ദതയിലേക്ക് ചെന്നിറങ്ങുക എന്നു തന്നെയാണ് അർത്ഥം. ഒന്നുകൂടി ജീവിതത്തെ
ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് ധ്യാനിക്കുക. ജീവിതത്തിൻ്റെ കരുതലുകൾ എന്തൊക്കെയാണെന്ന് ഒരിക്കൽ കൂടി ഒന്ന് അന്വേഷിക്കുക. അത് ജോസഫിനെ പോലെ, വിശുദ്ധ യൗസേപ്പിതാവിനെ പോലെ വിശ്വാസത്തിൻ്റെ നിക്ഷേപങ്ങളാണോ? അത് സ്നേഹത്തിൻ്റെ നിക്ഷേപങ്ങളാണോ? അത് പ്രത്യാശയുടെ നിക്ഷേപങ്ങളാണോ എന്ന് ആത്മശോധന ചെയ്യുക എന്നുള്ളതാണ് അതിനർത്ഥം. ഈ ദൈവിക പുണ്യങ്ങളിൽ ആഴപ്പെട്ടതാണോ എൻ്റെ ജീവിതം? ഈ കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ സഭയ്ക്കുള്ള മരുന്നേത് എന്ന ചോദ്യത്തിന് വിശുദ്ധ ജോസഫിനെ നിശബ്ദമായി ഒന്ന് ധ്യാനിക്കുക എന്നുകൂടിയാണ് അർത്ഥം എന്നാണ് ജോസഫിൻ്റെ പക്കലേക്ക് പോവുക എന്നുള്ള മൊഴിക്ക് ഹൃദയപൂർവ്വം നമ്മൾ കണ്ടെത്തേണ്ട ഒരു വ്യാഖ്യാനം. മേജർ സെമിനാരി ചെല്ലുമ്പോൾ, അതും യൗസേപ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള ആലുവ സെമിനാരിയാണ്, സെയിൻറ്റ് ജോസഫ് മേജർ സെമിനാരി. അതും യൗസേപ്പിതാവിനോടുള്ള ഇഷ്ടവും സ്നേഹവും അടുപ്പവും ഒക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഉറങ്ങുന്ന യൗസേപ്പിതാവിനെ പരിചയപ്പെടുന്നത് അവിടെ നിന്നാണ്. ചെറിയൊരു ഓർമ്മ. വീണ്ടും യൗസേപ്പിതാവിനെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉറങ്ങുന്ന യൗസേപ്പിതാവിനെക്കുറിച്ച് പറയുമ്പം ഒരുപാട് ഇഷ്ടം തോന്നുന്നുണ്ട് യൗസേപ്പിതാവിനെക്കുറിച്ച്. നമ്മൾ ചിലപ്പോഴെങ്കിലും ചിന്തിക്കും, നിൽക്കുന്ന ആളുകൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോഴാണ് ഉറങ്ങുന്ന ഒരാൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റുക എന്ന്. പക്ഷേ ഈ ഉറക്കം വെറുമൊരു ഉറക്കമല്ല, അതൊരു തരം ആലോചന ചോദിക്കലാണ്. അത് എല്ലാം തമ്പുരാൻ്റെ സന്നിധിയിൽ കൊടുത്തുകൊണ്ടുള്ള ഒരു ഇണക്കത്തോടു കൂടിയുള്ള ഒരു ജീവിതത്തിൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് തലശ്ശേരിയിൽ നിന്ന് അഭിബന്ധ പിതാക്കന്മാർ ആദിലിവീന വിസിറ്റിന് പോയപ്പോൾ മാർപ്പാപ്പയ്ക്ക് എന്ത് സമ്മാനം കൊടുക്കണം എന്നാലോചിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഒരു ചിത്രം വരച്ചു കൊടുക്കാം. മണ്ണുകൊണ്ട് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ഉറങ്ങുന്ന ഒരു ചിത്രം വരച്ചു. അത് വരയ്ക്കുമ്പോൾ ഒരു രാത്രിയിലാണ് ആ ചിത്രം വരയ്ക്കുന്നത്. അപ്പോഴെനിക്കറിയാം, എൻ്റെ മനസ്സിലുണ്ട് ഈ ഉറക്കക്കാരൻ, ഈ ഉറങ്ങുന്നയാൾ എൻ്റെ ജീവിതത്തിന് കാവലായി ഉണർന്നിരിക്കുന്നയാൾ തന്നെയാണ് എന്ന്. എൻ്റെ മാത്രമല്ല, നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ അനുഭവമാണത്. കാരണം ആ ഉറക്കത്തിലും ആലോചന ചോദിച്ച് കണ്ടെത്തേണ്ടത് ഈ ജീവിതത്തിൻ്റെ യാത്ര മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്നാണ്. ദൈവത്തിൽ ആശ്രയിച്ചും വിശ്വസിച്ചും ദൈവമേൽപ്പിച്ച ദൗത്യത്തെ സ്നേഹിച്ചുമൊക്കെ തമ്പുരാൻ പറയുന്നത് ഊണിലും ഉറക്കത്തിലും കേൾക്കുന്ന ഒരാൾ. അതുകൊണ്ടാണ് ഞാൻ ഇഷ്ടമുള്ള ആ വചനഭാഗം സ്നേഹത്തോടെ പറഞ്ഞത്. തലശ്ശേരിയിലെ കടൽ തീരത്ത് വെച്ച് ഹൃദയത്തിൽ കൊണ്ട ആ വചനം, ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഈ ആളെ അല്ലാതെ മറ്റാരെയാണ് നമ്മുടെ ജീവിതത്തിന് കാവലേൽപ്പിക്കുക? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യൗസേപ്പിതാവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ കാവൽക്കാരനായി സ്വീകരിക്കുക എന്നുള്ളത് നാം സൂക്ഷിക്കേണ്ട ഒരു സുഹൃതമാണ്. നൽമരണത്തിൻ്റെ മധ്യസ്ഥനാണ് വിശുദ്ധ യൗസേപ്പിതാവ്. നമുക്ക് സൂക്ഷ്മത്തിന് ഏൽപ്പിക്കണം വിശുദ്ധ യൗസേപ്പിതാവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകൾ ഒരുപക്ഷെ അപകടം നിറഞ്ഞ വഴികളിലൂടെയാണ്, അപായപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെയാണ്, ഒരുപക്ഷെ അപകീർത്തിപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെയാണ്, അനുസരണഘട്ട കാലത്തിലൂടെയാണ്. അതൊക്കെയും തരണം ചെയ്യണമെങ്കിൽ നമുക്കൊരു കാവൽക്കാരൻ വേണം, നമുക്കൊരു കാവലാൽ വേണം. അദ്ദേഹമാകട്ടെ ഈ ലോകത്തിൻ്റെ കെടുതികളെ, എല്ലാ പ്രതിസന്ധികളെ കൃത്യമായി അറിഞ്ഞൊരാളാവണം. അത് യൗസേപ്പിതാവാണ്. നോക്കൂ, ഉണ്ണീശോയെയും മാതാവിനെയും തൻ്റെ കൈകളിൽ ദൈവം പിറവിച്ചൂടോടുകൂടി തന്ന ഒരു വലിയ രക്ഷാകര ദൗത്യമെന്ന മഹായാത്രയെ ഇത്ര കൃത്യമായി അനുധാവനം ചെയ്തൊരാൾ, അതിനുവേണ്ടി കാവൽ നിൽക്കാൻ തന്നെ സ്വയം സജ്ജനാക്കിയ ഒരാൾ, ധൈര്യത്തോടെ, സ്ഥിരതയോടെ, ആത്മസംയമനത്തോടെ, വിവേകത്തോടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടും വെച്ചൊരാൾ, ദൈവിക പുണ്യങ്ങളും മാനുഷിക പുണ്യങ്ങളും മുഴുവൻ നിറഞ്ഞൊരാൾ. അങ്ങനെയുള്ള ഒരാളെ കാവലേൽപ്പിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഈ 19-ാം തീയതി, ഈ മാർച്ച് 19-ാം തീയതി നാം എടുക്കേണ്ട വിശ്വാസത്തിൻ്റെ പ്രതിജ്ഞ. നാം നമ്മെ തന്നെ ആർക്കാണ് കാവലേൽപ്പിച്ചിട്ടുള്ളത്? നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം സ്നേഹത്തോടുകൂടി കൊണ്ടുചെന്ന് കൊടുത്തിരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ അന്വേഷണങ്ങളും നമ്മുടെ അലച്ചിലുകളുമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നാം പരാതി പറയുന്നത് ജീവിതത്തിൽ ഏതനുഭവങ്ങളുടെ പേരിലാണ്? നമുക്ക് നഷ്ടപ്പെട്ട ഏതൊക്കെയോ അനുഭവങ്ങളുടെ പേരിൽ ദൈവത്തോട് പരാതിയും നിശബ്ദമായ നിലവിളിയും നിഷേധങ്ങളും ഒക്കെ നടത്തുന്ന ആളുകളാണോ നമ്മൾ? നോക്കൂ, യൗസേപ്പിതാവെന്ന നമ്മുടെ ജീവിതത്തിന് നാം കാവൽക്കാരനായി സ്നേഹത്തോടെ സൂക്ഷിക്കുന്നയാൾ മറുത്തൊന്നും പറയാത്ത ഒരു സ്നേഹമുള്ള പിതാവാണ്. വിശുദ്ധ യൗസേപ്പിതാവെന്ന കാവൽക്കാരനരികിൽ, ആ കാവലാളിന് മുൻപിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പം വിവേകത്തിൻ്റെ പുതിയൊരു വഴി തെളിയുന്നത് നാം കാണും.
നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന് മുൻപിൽ എന്തുമാത്രം പ്രതിസന്ധികളാണ് അനുദിനമുണ്ടാകുന്നത്. നമുക്ക് തന്നെ നേരിടാൻ പറ്റാത്ത തരത്തിൽ ചിലപ്പം വല്ലാതെ ബുദ്ധിമുട്ടുകൾ വന്ന് നിറയാറുണ്ട്. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നാം പരാജയപ്പെടാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മെ ദുഃഖിതരാക്കാറുണ്ട്. ചിലപ്പോൾ കുറച്ചുകൂടി സന്തോഷത്തോടുകൂടി നമ്മൾ തീരുമാനങ്ങളെടുക്കും. നല്ല ആലോചനയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. ചിലപ്പോൾ ബന്ധങ്ങളെല്ലാം നന്മ നിറഞ്ഞതാകുന്നതിന് സന്തോഷം നമുക്കുണ്ടാകും. നമ്മൾ കണ്ടുമുട്ടുന്ന ഇടങ്ങളും ആളുകളും എല്ലാം നമുക്ക് ഐശ്വര്യവും അനുഗ്രഹവും നന്മയും ദൈവാനുഭവവും ഒക്കെ പകർന്നു തരുന്നതാകും. ചിലപ്പോൾ മറിച്ചും സംഭവിക്കാം. സങ്കടങ്ങളുടെ വഴികൾ, വല്ലാതെ ബുദ്ധിമുട്ടിലാകുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. നമുക്കൊരാൾ വേണം നമ്മുടെ ജീവിതത്തിൽ കാവൽക്കാരനായി, വിവേകത്തിൻ്റെ ശരിയായ ദിശകൾ സൂചിപ്പിച്ചു തരുന്ന, ശരിയായ വഴികൾ പറഞ്ഞു തരുന്ന ഒരാൾ. അപകടത്തിലേക്ക് ചെന്ന് കയറുന്ന സാഹചര്യങ്ങളിൽ അതിസുന്ദരമായി അവയെ അതിജീവിക്കാൻ കെൽപ്പുള്ള ഒരാൾ. വിശുദ്ധ യൗസേപ്പ് പിതാവ് അത്തരത്തിലുള്ള ഒരു മധ്യസ്ഥ സഹായമാണ്. അത് തിരുക്കുടുംബം അനുഭവിക്കുന്ന സത്യമാണ്. വാഴ്ത്തലകളെ മുഴുവൻ അതിജീവിക്കുന്നുണ്ട് ആ വിവേകം. അത് ദൈവത്തോട് ആലോചന ചോദിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു കാവൽക്കാരൻ, ദൈവമേ ഞാൻ എന്ത് ചെയ്യണമെന്ന് അന്വേഷിക്കുന്നൊരു കാവൽക്കാരൻ, അത് യൗസേപ്പ് പിതാവ് നമ്മുടെ ജീവിതത്തിൽ അത്തരം മധ്യസ്ഥനായി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റം എന്താണ്? നമ്മുടെ തൊഴിലിടങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, നമ്മെ ദൈവം ഭരമേൽപ്പിച്ച ജീവിത പങ്കാളി, മക്കൾ, നമ്മളെ ഭരമേൽപ്പിക്കുന്ന ഇടവക ജനം, ഒരുപക്ഷെ നമ്മുടെ സന്യാസ സമൂഹം, നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന വൈവിധ്യം നിറഞ്ഞ മേഖലകൾ, ഇതൊക്കെ നാം കാവൽ നിൽക്കേണ്ട ഇടങ്ങളാണ്. നാം കരുതലോടുകൂടി കരുണയോടുകൂടി പ്രവർത്തിക്കേണ്ട ഇടങ്ങളാണ്. യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ, യൗസേപ്പ് പിതാവിൻ്റെ പുണ്യങ്ങളെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, യൗസേപ്പ് പിതാവ് എന്ന സുവിശേഷത്തിലെ ഏറ്റവും മികച്ച വ്യാഖ്യാനത്തെ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ നമുക്ക് വേണ്ടേ യൗസേപ്പ് പിതാവിൻ്റെ കുറച്ച് തെളിച്ചമുള്ള മൂല്യങ്ങൾ? യൗസേപ്പ് പിതാവിൻ്റെ ഛായ നമ്മുടെ ജീവിതത്തിലും പതിയണമെന്നൊരു മോഹം നമുക്കില്ലേ? അതുകൊണ്ട് ഈ കാവൽക്കാരനാവുക എന്നുള്ള ഒരു ആലോചന അത് നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ചുറ്റും പരിസരങ്ങളിൽ വല്ലാതെ നോവുന്നുണ്ട് ആളുകൾ. ഇങ്ങനെ കരുതലുള്ള കാവൽക്കാരില്ലാത്തതിൻ്റെ അസ്വസ്ഥത അനുഭവിക്കുന്ന വീടുകളുണ്ട്. വിശുദ്ധ യൗസേപ്പ് പിതാവെന്ന കാവൽക്കാരൻ്റെ മുമ്പിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ കാവൽക്കാരൻ്റെ മനസ്സും മനോഭാവവും എങ്ങനെയാകണമെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എനിക്ക് തോന്നുന്നു ഈ കാവൽക്കാരൻ കണ്ണുകൊണ്ട് കേൾക്കണം, കാതുകൊണ്ട് കാണണം. അച്ഛനെ തെറ്റിപ്പോയതാണെന്ന് ചിന്തിക്കരുത്. നമുക്ക് കണ്ണുകൊണ്ട് കേൾക്കാൻ പറ്റണം. നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന്, ജീവിതാനുഭവങ്ങളിൽ നിന്ന് അവർ പറയാതെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്നിടത്താണ്, അത്തരം കാര്യങ്ങളെ കണ്ടെത്താൻ പറ്റുന്നിടത്താണ് നമ്മൾ മികവുള്ള, നന്മയുള്ള, കരുതലുള്ള, കരുണയുള്ള കാവൽക്കാരനായി മാറുന്നത്. ഒരുപക്ഷെ അപകടങ്ങളുടെ സൂചനകൾ കാണുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് വിശുദ്ധ യൗസേപ്പ് പിതാവിൽ തെളിയുന്നത് അദ്ദേഹം കാഴ്ചകളിൽ നിന്ന് കേൾക്കുന്നത് കൊണ്ടാണ്, കേൾവിയിൽ നിന്ന് ഓരോ കാര്യങ്ങളെ കണ്ടെടുക്കുന്നത് കൊണ്ടാണ്, മുൻകൂട്ടി കാണാൻ പറ്റുന്നത് കൊണ്ടാണ്. ഈ കാവൽ സങ്കല്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. എന്നെ യുവജനങ്ങൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ചില നിർദ്ദേശങ്ങൾ, ചില ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ അവർ കണ്ണുകൊണ്ട് കേൾക്കുന്നത് ചിലപ്പോൾ അത്ഭുതപ്പെടുത്തും നമ്മെ. ഒരു തവണ ഒരു പുതുവർഷ പുലരിയിൽ അവർ കാണാൻ വന്നു. അച്ഛാ, നമുക്കെല്ലാവർക്കും കൂടി ഒരു ചിത്രം വരയ്ക്കാൻ പോകണം. അതിനിപ്പോൾ എന്താ, എവിടെ നമ്മൾ വരയ്ക്കാൻ പോകുന്നത്? അവർ ചിത്രം വരയ്ക്കാൻ ആലോചിച്ചത് സ്ഥലം ആദിവാസി കോളനിയിലെ ഒരു ക്ലാസ് മുറിയാണ്, ഒരു ബദൽ സ്കൂളിൻ്റെ പുറം ചുവരുകൾ. കാരണം അവർ പറയുന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. നമ്മുടെ ചുറ്റും പരിസരങ്ങളിലുള്ള ക്ലാസ് മുറികളൊക്കെ സുന്ദരമായി കഴിഞ്ഞു. അവിടെ പുഴയും പൂമ്പാറ്റയും പൂക്കളും ഒക്കെ വരച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ക്ലാസ് മുറികളാണ്. നമുക്കും വേണ്ടേ ഈ ആദിവാസി കുടിലുള്ള ക്ലാസ് മുറികളും നിറമുള്ളതാക്കണ്ടേ? അപ്പോൾ ഇവരെ രാവിലെ തന്നെ ചിത്രം വരയ്ക്കുന്ന കൂട്ടുകാരെയും ഞങ്ങളെല്ലാവരും കൂടെയൊക്കെ കൂടി ഒന്നിച്ച് യാത്ര ചെയ്യുകയാണ്. അവിടെ എത്ര ആഘോഷമായിട്ടാണ് ആ കാര്യം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നുന്നു യുവജനങ്ങൾ ഇങ്ങനെ കാണുന്നവയിൽ നിന്ന് ജീവിതങ്ങളെ, മനുഷ്യൻ്റെ നോവുകളെ കേട്ടു തുടങ്ങുന്നതിൻ്റെ സൂചനയാണിത്. അവിടുത്തെ തന്നെ യുവജനങ്ങൾ മഴവില്ലെന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിയത് എൻ്റെ മനസ്സിലുണ്ട്. അവർ ചെയ്യുന്ന കാര്യം ഇതാണ്. അവർ ഒരു അനാഥ മന്ദിരത്തിലേക്ക് പോവുകയാണ്. കുഞ്ഞുങ്ങളെയും കൂട്ടി
യാത്ര പുറപ്പെടുകയാണ്. ഒരു പിക്നിക്കാണ്, വിനോദയാത്ര. അവർക്കിഷ്ടമുള്ള വസ്ത്രമാണ് അവർ വാങ്ങിക്കാൻ പോകുന്നത്. കുഞ്ഞുങ്ങൾ അതിൽ ഏറ്റവും ചെറിയ കുട്ടി മുതൽ ഡിഗ്രി 1-ാം വർഷ വിദ്യാർത്ഥിനി വരെയുണ്ട്. അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു തുണിക്കടയിൽ കയറി അവർ വസ്ത്രങ്ങൾ വാങ്ങുന്നത്. ഈ കാവൽക്കാരനാവുക എന്ന് പറയുന്നത്, നമ്മൾ കാണുന്നവയിൽ നിന്ന് കേൾക്കാൻ തുടങ്ങണം എന്ന് പറയുന്നത്, കേൾക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിന്ന് ജീവിതത്തെ കാണാൻ പറ്റണമെന്നൊക്കെ പറയുന്നത് തീർച്ചയായും ഇത്തരം തരത്തിലേക്ക് നമ്മളെ മാറ്റും, ഇത്തരം അനുഭവങ്ങളിലേക്ക് നമ്മെ മാറ്റും എന്നുള്ളതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഇങ്ങനെ കാഴ്ചയിൽ നിന്ന് കേൾവിയുണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ചാണ്. ഒരു സാഹചര്യത്തെ നമ്മൾ കാണുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ, പറയാതെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്നിടത്ത് നമ്മൾ മികവുള്ള ഒരു കാവൽക്കാരനായി മാറും. വിശുദ്ധ ഔസേപ്പിതാവ് അങ്ങനെയാണ്. അയാൾ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് ആ ദൃശ്യം പറയുന്നത് മുഴുവൻ കേട്ടെടുക്കുന്ന ആളാണ്. ജീവിതത്തിന് മുൻപിൽ ദൈവം ഒരുക്കുന്ന സാഹചര്യങ്ങളെ, സമസ്ത സാഹചര്യങ്ങളെയും അങ്ങനെ മിഴിവുള്ളതാക്കി കേൾക്കുന്ന, കാണുന്ന, ദൈവവചനത്തിന് സ്വയം ശിരസ് കുനിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ട ഔസേപ്പിതാവ്. അത് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്തു തുടങ്ങുമ്പം പഴയ നിയമത്തിലെ ആദിയുള്ളൊരു ചോദ്യത്തിനാണ് നമ്മൾ സ്നേഹമുള്ള ഉത്തരം പറഞ്ഞു തുടങ്ങുന്നത്. സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ എന്നുള്ള കരുണയില്ലാത്തൊരു ചോദ്യം പഴയ നിയമത്തിലുണ്ട്. സാഹോദര്യത്തിന് കാവൽ നിൽക്കുന്നവനാണ് വിശുദ്ധനെന്നാണ് വിശുദ്ധ ഔസേപ്പിതാവ് പറയുന്നത്. ദൈവം കൂടെ തന്ന ആളുകൾ, ദൈവം ചേർത്ത് പിടിപ്പിച്ച ആളുകൾ, അവയൊക്കെ എമ്മാനുവേലായി കരുതണമെന്ന്, ദൈവമാണ് കൂടെ നടക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഓരോ ദിവസവും ഔസേപ്പിതാവ്. അതുകൊണ്ട് ഈ കാവൽക്കാരനായ, കാവലാളായ ജീവിതത്തിന് കൂടെ നിൽക്കുന്ന ഔസേപ്പിതാവ് നമ്മെയും മികവുള്ള, കരുതലുള്ള, കരുണയുള്ള കാവൽക്കാരായി മാറ്റട്ടെ എന്ന് സ്നേഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. 2010 ചിലിയിൽ ഒരു ഖനി അപകടം നടന്നു. അതിൻ്റെ ഓർമ്മകളും വായനകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമൊക്കെയാണ്. 33ഓളം ഖനിത്തൊഴിലാളികളാണ് സാൻജൂസ് എന്ന് പറയുന്ന ഒരു ചിലിയിലെ ഖനിയിൽ കുടുങ്ങുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് അവർ പുറത്തു വരുന്നത്. അവർ 33 ആളുകളും രക്ഷപ്പെട്ടു. അതിനുശേഷം അവരോടുള്ള സംസാരത്തിൽ അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്: നിങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ഇരുട്ടു നിറഞ്ഞ ഈ സന്ദർഭത്തിൽ വിജയികളായി തിരിച്ചു കയറി വന്നത്? ഈ മഹാസങ്കടത്തെ, ഈ മഹാദുരിതത്തെ നിങ്ങൾ എങ്ങനെയാണ് അതിജീവിച്ചത്? അതിലൊരാൾ പറയുന്ന മറുപടിയുണ്ട്: ഞങ്ങൾ 33 ആളുകളായിരുന്നില്ലല്ലോ ഈ മരണത്തിൻ്റെ കുഴിയിൽ, ഞങ്ങൾ 34 പേരായിരുന്നു. ഞങ്ങളിൽ ഒരാൾ ദൈവം തന്നെയായിരുന്നു. ഞങ്ങളുടെ കൂടെ ക്രിസ്തു ഉണ്ടായിരുന്നു. അതൊരു വിശ്വാസത്തിന് വലിയൊരു പ്രഘോഷണമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു കാര്യമാണ്. ഈ മനുഷ്യൻ്റെ കുഞ്ഞു മോഹങ്ങളെ, ചെറിയ ചെറിയ ആലോചനകളെ ദൈവം എങ്ങനെയാണ് നന്മ കൊണ്ട് പൂരിപ്പിക്കുന്നത് എന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അതിൽ നിന്ന് ഈ ഫിനിക്സ് എന്ന് പറയുന്ന ഒരു രക്ഷാപേടകത്തിൽ ഈ ആളുകളെ ഈ മരണക്കുഴിയിൽ നിന്ന് കയറ്റിക്കൊണ്ടുവരുന്ന 10-22 മണിക്കൂർ നീണ്ട ഒരു രക്ഷാപ്രവർത്തനമുണ്ട്. അത് നമുക്ക് വായിക്കാനും കേൾക്കാനൊക്കെ പറ്റുന്ന തരത്തിൽ നമ്മുടെ മാധ്യമങ്ങളിലുണ്ടത്. അതിൽ രക്ഷകനായി താഴേക്കിറങ്ങുന്നതും അവസാനം ഈ മരണത്തിൻ്റെ കുഴിയിൽ നിന്ന് കയറി വരുന്നതും എമ്മാനുവേൽ ഗോൺസാലസ് എന്ന് പറയുന്ന ഒരാളാണ്. എമ്മാനുവേൽ എന്ന വാക്കിന് അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ആ മനുഷ്യൻ്റെ മഹാ ആലോചനകളെ, ജീവിതത്തിൻ്റെ ദുരിതക്കയങ്ങളിലുള്ള പ്രാർത്ഥനകളെ ദൈവം പൂരിപ്പിക്കുന്നത് അങ്ങനെയുള്ള ചില അടയാളങ്ങൾ കൊണ്ടാണ്. നമ്മൾ കാവൽ നിൽക്കാൻ തയ്യാറാകുമ്പോൾ ഇങ്ങനെ ഇരുണ്ട കുഴിയിൽ കിടക്കുന്ന ആളുകൾ, ജീവിതത്തിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ആളുകൾ, പ്രത്യാശയുടെ വിളക്കുകൾ അണഞ്ഞുപോയ ജീവിതങ്ങൾ, അവിടെയൊക്കെ തീർച്ചയായും ഒരു കാവൽക്കാരനായി, കരുതലുള്ളൊരു സഹായിയായി നമുക്ക് മാറാൻ പറ്റും. ഒരുപക്ഷെ വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള സ്നേഹവന്ദനം നമ്മുടെ ഈ ജീവിതത്തിൻ്റെ മഹാ ഉത്തരവാദിത്വത്തെ തിരിച്ചറിയൽ തന്നെയാണ്. അപ്പോൾ ഒരു നിലപാട് കൂടി വിശുദ്ധ ഔസേപ്പിതാവ് ഒറ്റയ്ക്കിങ്ങനെ നിലപാടെടുത്ത് നിൽക്കുകയാണ്. എന്താണത്? സംരക്ഷിക്കാൻ ഭരമേൽപ്പിച്ച ഈ ജീവിത പങ്കാളിയെ ഏത് സൈന്യവ്യൂഹം വന്നാലും, ഇരുട്ടിൽ ആക്രമിക്കുന്ന ഏതാളുകളുണ്ടെങ്കിലും സുരക്ഷിതമായി മുൻപോട്ട് കൊണ്ടുപോകും ഞാനെന്ന മഹാധീരതയാണ് വിശുദ്ധ ഔസേപ്പിതാവ്. ഞാൻ മുൻപോട്ട് തന്നെ യാത്ര പുറപ്പെടുകയാണ്, കാരണം കൂടെ എൻ്റെ ദൈവമുണ്ട്. കരുതലുള്ള, കരുത്തുള്ള കാവൽക്കാരനായി നമ്മുടെ ജീവിതത്തിലേക്കും ഈ വാത്സല്യമുള്ള ഔസേപ്പിതാവിനെ കരം പിടിച്ച് കൂട്ടിക്കൊണ്ട് വരണം നമുക്ക്. കാരണം നാം നടന്നു തീർക്കുന്ന ജീവിതത്തിൻ്റെ വഴി തന്നെയാണ് വിശുദ്ധ ഔസേപ്പിതാവും കുറച്ചുകൂടി ശോഭയിൽ, കുറച്ചുകൂടി ഭംഗിയിൽ, കുറച്ചുകൂടി വിശ്വാസത്തിൽ, കുറച്ചുകൂടി സ്നേഹത്തിൽ,
കുറച്ചുകൂടി പ്രത്യാശയിൽ നടന്നു തീർത്തത് എന്ന് സ്നേഹത്തോടെ നമ്മൾ ധ്യാനിക്കണം. അതുകൊണ്ട് ഏറ്റവും മികവുള്ള കാവൽക്കാരനായ വിശുദ്ധ യൗസേപ്പിതാവിനൊപ്പം നമ്മുടെ ജീവിതത്തെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. ദൈവാത്മാവ് കുടികൊള്ളുന്ന ഈ മനുഷ്യനെ അല്ലാതെ മറ്റാരെയാണ് നമ്മുടെ ജീവിതം നമ്മൾ ഭരമേൽപ്പിക്കുക? ജീവിതത്തിൻ്റെ ദുരന്തങ്ങളിൽ, ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിൽ, ജീവിതത്തിൻ്റെ വരൾച്ചകളിൽ നാം യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥത്തിൻ്റെ തണലിലേക്കല്ലാതെ മറ്റാരുടെ അരികിലേക്കാണ് പോവുക? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ യൗസേപ്പിതാവിനുള്ള സ്നേഹവന്ദനം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ ജീവിതത്തെ കാവൽക്കാരായി, കാവലാളായി, കരുണയുള്ള, കരുതലുള്ള ആളുകളാക്കി മാറ്റുന്നത് തന്നെയാണ്. ഒരു നിലപാടാണത്. ആര് എതിര് നിന്നാലും, ആര് കൂടെ ഇല്ലെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ സംരക്ഷണത്തിന്, സൂക്ഷത്തിന് ഭരമേൽപ്പിച്ചതിനെയൊക്കെയും ഞാൻ കരുതലോടുകൂടി മുൻപോട്ട് കൊണ്ടുപോകും എന്നുള്ള വളരെ ഉചിതമായൊരു തീരുമാനമാണത്. ഈ ആരാധനയിൽ നാം പ്രാർത്ഥിക്കുന്നത്, തമ്പുരാനെ, കരുതലുള്ളൊരു കാവൽക്കാരനായി ഞങ്ങളെയും പുതുക്കി പണിയണമേ എന്നാണ്. അതിന് ശരിയായ ദിശാസൂചി വിശുദ്ധ യൗസേപ്പിതാവാണ്. മാധ്യസ്ഥം നമുക്ക് സ്നേഹത്തോടുകൂടി തേടാം. ആരാധനയിലേക്ക് പ്രാർത്ഥനാപൂർവം നമുക്ക് പ്രവേശിക്കാം. ആമേൻ. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴും ഈശോയ്ക്ക്. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴും ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മോട് കൂടെ. ഓ ദിവ്യകാരുണ്യനാഥ, ഈ നിമിഷം എത്രമേൽ അനുഗ്രഹം നിറഞ്ഞതാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് മേൽ അങ്ങ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഹൃദയപൂർവം നന്ദിയോടെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് മേൽ അങ്ങ് വന്നിറങ്ങുന്നതിൻ്റെ ആനന്ദം ഞങ്ങൾ അനുഭവിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവമായി മാറുന്നത് ഞങ്ങൾ അറിയുന്നു. ഓ ദിവ്യനാഥ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ ഒരുപാട് അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങൾ അങ്ങിൽ ആഴമായി വിശ്വസിക്കുന്നു. ആത്മാർത്ഥതയോടെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികളിൽ അങ്ങുണ്ടാകണമെന്ന് അതിയായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളിൽ അങ്ങയുടെ അരികിൽ തന്നെ സ്നേഹത്തോടുകൂടി ആയിരിക്കാൻ, വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥത്തിൻ്റെ തണലിൽ ഞങ്ങളുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി ഒന്ന് പുനഃപരിശോധിക്കാൻ ഞങ്ങൾക്കും അങ്ങ് കൃപ നൽകണമേ. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആലോചനകളെ, നമ്മുടെ കാഴ്ചകളെയും കാഴ്ചപ്പാടുകളെയും ഒക്കെ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സ്നേഹബുദ്ധിയ നമുക്ക് സമർപ്പിക്കാം. ദിവ്യകാരുണ്യനാഥന് നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും മുഴുവൻ പങ്കും കൊടുക്കുന്നതിൻ്റെ ആനന്ദം, നിർവൃതി ഈ ആരാധനയുടെ സമയത്തിൽ അനുഭവിക്കാൻ നമുക്കാവട്ടെ.
പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരുതലിൻ്റെ കരം പിടിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഇന്നേ ദിനം വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ചാരത്തിരുന്ന് ആലോചിച്ചത് പഴയ നിയമത്തിൽ മുഴുവനുള്ള ഒരു ജോസഫിനെ കുറിച്ചുള്ള സൂചനയിൽ നിന്നാണ്. ഞങ്ങളുടെ ആലോചനകളെല്ലാം, ഞങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം, ഞങ്ങളുടെ ധ്യാന വിചിന്തനങ്ങളെല്ലാം ഞങ്ങൾ ആരംഭിച്ചത് ദൈവാത്മാവ് കുടികൊള്ളുന്ന ഒരു മനുഷ്യനെക്കുറിച്ചുള്ള ഫറവോയുടെ വാക്കുകളിൽ നിന്നാണ്. ദൈവാത്മാവ് കുടികൊള്ളുന്ന ഇയാളെയല്ലാതെ, ഈ മനുഷ്യനെയല്ലാതെ മറ്റാരെയാണ് ഈ കരുതലിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ ഭരമേൽപ്പിക്കുന്നത് എന്ന് ഫറവോ വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് പൂർവ്വ യൗസേപ്പിനെ കുറിച്ചുള്ളൊരു സൂചനയാണ്. ഗതികേടിൻ്റെ, വരൾച്ചയുടെ, ഇല്ലായ്മയുടെ, മഹാനഷ്ടങ്ങളുടെ, മഹാകണ്ണീരിൻ്റെ ഒരു ദേശം. യൗസേപ്പിൻ്റെ അരികിലേക്ക് പോകുവിൻ എന്നാവർത്തിച്ച് പറയുന്നതിലേക്ക് മാറുന്നത് പഴയ നിയമത്തിൽ ഞങ്ങൾ കാണുന്നുണ്ട്. കാവൽക്കാരനായി കരുതൽ ശേഖരവുമായി കാത്തിരിക്കുന്ന ഒരു ജോസഫ്, ആ ജോസഫിൻ്റെ അരികിലേക്ക് പോകണം എന്നാണ് ഭരണാധികാരി നിർദ്ദേശിക്കുന്നത്. ഞങ്ങൾ അറിയുന്നു, ദിവ്യകാരുണ്യ സന്നിധിയിലിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലുമുണ്ട് ഉയർച്ചകളും താഴ്ചകളും. ഞങ്ങളുടെ ജീവിതത്തിലുമുണ്ട് മഹാസങ്കടങ്ങളും വലിയ സന്തോഷങ്ങളും. ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ദുഃഖസാന്ദ്രമായ അനുഭവങ്ങൾ. ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഞങ്ങൾക്ക് താണ്ടാനാവാത്ത ക്ലേശത്തിൻ്റെ കടൽ. പക്ഷേ ഞങ്ങൾക്കറിയാം, ജോസഫിൻ്റെ പക്കലേക്ക് പോകുമ്പോൾ, യൗസേപ്പ് പിതാവിൻ്റെ അരികിൽ ചെന്നൊന്നിരിക്കുമ്പോൾ സമാശ്വസിപ്പിക്കപ്പെടുന്നുണ്ട്. വലിയൊരു കാവൽക്കാരനായി ഞങ്ങളുടെ കൂടെ നടക്കുന്നതിൻ്റെ ഹൃദ്യത ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഓ ദൈവമേ, അങ്ങാണിവയൊക്കെയും അനുവദിച്ചു തരുന്നത് എന്ന് ഞങ്ങൾ അറിയുന്നു. കരുതലിൻ്റെ കരം പിടിച്ച് കൂടെ നടക്കുന്ന കാരുണ്യവാനായ കർത്താവേ, യൗസേപ്പ് പിതാവിനെ കാവൽക്കാരനായി ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുകയാണ്. സഭയുടെ കാവൽക്കാരനായി, കന്യാവ്രതക്കാരുടെ കാവൽക്കാരനായി, കുടുംബജീവിതത്തിൻ്റെ മധ്യസ്ഥനായി, മരണത്തിൻ്റെ നിഴൽ വീണ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴും നൽമരണത്തിൻ്റെ മധ്യസ്ഥനായി സ്വർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കാൻ കരുണയുള്ള കാവൽക്കാരനായി കൂടെ നടക്കുന്ന ആ പിതാവിനെ ഞങ്ങൾ അറിയുന്നു. ആ മാധ്യസ്ഥത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ തണലിലേക്ക് ഞങ്ങളെയും ചേർത്തു വയ്ക്കുന്നു. ഓ ദിവ്യകാരുണ്യനാഥ, അങ്ങേ സന്നിധിയിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥവും പ്രാർത്ഥനാപൂർവം ഞങ്ങൾ തേടുന്നു. കരുതലിൻ കാവല കരം പിടിച്ചെന്നെ നീ വഴി നടത്തിയിടുക മാർ യൗസേപ്പേ. കരുതലിൻ കാവല കരം പിടിച്ചെന്നെ
പീഡിച്ചെന്നെ നീ വഴി നടത്തിയിടുക മാർയൗസേപ്പേ. യൗസേപ്പിതാവേ മാധ്യസ്ഥമേഘണേ, കാവലാളായി എന്നെ നീ മാറ്റിയിടണേ. യൗസേപ്പിതാവേ മാധ്യസ്ഥമേഘണേ, കാവലാളായി എന്നെ നീ മാറ്റിയിടണേ. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ വലിയ സ്നേഹം ഞങ്ങൾക്ക് മേൽ ചിറക് വിടർത്തുന്നത് ഞങ്ങൾ അറിയുന്നുണ്ട്. അങ്ങയുടെ വലിയ കരുണ ഞങ്ങളിലേക്ക് ഒഴുകുന്നതും ഞങ്ങൾ അറിയുന്നു. വിശുദ്ധ യൗസേപ്പിതാവിനെ മാധ്യസ്ഥനായി തന്നതിന്, വിശുദ്ധ യൗസേപ്പിതാവിനെ മധ്യസ്ഥനായി തന്നതിന് സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ യൗസേപ്പിതാവ് പഴയ നിയമത്തിലെ ഒരു ഭീതിയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരാണ്. ആ ചോദ്യം ഞങ്ങളെയും ചിലപ്പോൾ ഗ്രസിക്കാറുണ്ട്. ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ എന്ന ചോദ്യം എത്ര ഭീതിയുള്ള ഒരു ചോദ്യമാണ്. എന്തോരം നമ്മളെ അസ്വസ്ഥപ്പെടുത്തേണ്ട ഒരു ചോദ്യമാണ്. എപ്പോഴാണ് ഒരാൾക്ക് അങ്ങനെ പറയാനാവുന്നത്? സഹോദരൻ്റെ കാവൽക്കാരനല്ല ഞാനെന്ന്, ഞാൻ എൻ്റെ മാത്രം സംരക്ഷകനാണെന്ന്, ഞാൻ എൻ്റെ ജീവിതത്തെ മാത്രം കാത്തു സൂക്ഷിക്കേണ്ടയാളാണെന്ന്, മറ്റാരെയും കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിക്കേണ്ടതില്ലെന്ന് ഒരാൾക്ക് എപ്പോഴാണ് പറയാൻ പറ്റുക? ജോസഫ് ആ ചോദ്യത്തിനുള്ള ഏറ്റവും ശുദ്ധമായ, ഏറ്റവും വിശുദ്ധമായ, ഏറ്റവും പൂർണ്ണമായ ഉത്തരമാണ്: ഞാനാണ് കാവൽക്കാരൻ, ഞാനാണ് കൂടെ നടക്കേണ്ടയാൾ, ഞാനാണ് കൂട്ടുപോകേണ്ടയാൾ, ഞാനാണ് കരുതൽ കാണിക്കേണ്ടയാൾ, ഞാനാണ് തലമുറകൾക്ക് വേണ്ടി കരുതൽ ശേഖരങ്ങൾ കരുതി വെക്കേണ്ടയാൾ. എത്ര കൃപ നിറഞ്ഞ ജീവിതമാണത്! യൗസേപ്പിതാവിൻ്റെ കാവൽക്കാരൻ എന്നുള്ള ആ വലിയ ധ്യാനം, യൗസേപ്പിതാവ് കാവൽ നിൽക്കുന്നയാൾ എന്നുള്ള വലിയ ബോധ്യം, ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെയും ജീവിതത്തിൽ ആഴത്തിൽ വേര് പടർത്തേണ്ടതാണെന്ന് ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്ക് കൈമോശം വന്നിട്ടുണ്ട്. സ്വാർത്ഥത കൊണ്ട് മറ്റാരിലേക്കും തുറക്കാതെ പോകുന്ന ജീവിതങ്ങളായി ഞങ്ങൾ മാറാറുണ്ട്. സഹോദരന് കാവൽ നിൽക്കണ്ട എന്ന് കൃത്യമായി ആലോചിച്ച് ഞങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്ന ദുരന്തമുള്ള ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. അങ്ങ് പറയുന്നുണ്ട്, വിശുദ്ധ യൗസേപ്പിതാവിനെ മുൻപിൽ നിർത്തി, ദേ കാവലാളായി നീ മാറണമെന്ന്. യൗസേപ്പിതാവേ, ഞങ്ങളുടെ ജീവിത വഴിയിലും ഈ കാവൽ വിളക്കുകൾ അങ്ങ് തെളിയിച്ചു തരണമേ. കരുതലിൻ കാവല കരം പീഡിച്ചെന്നെ നീ വഴി നടത്തിയിടുക മാർയൗസേപ്പേ. കരുതലിൻ കാവല കരം പീഡിച്ചെന്നെ നീ വഴി നടത്തിയിടുക മാർയൗസേപ്പേ. യൗസേപ്പിതാവേ മാധ്യസ്ഥമേഘണേ, കാവലാളായി എന്നെ നീ മാറ്റിയിടണമേ. യൗസേപ്പിതാവേ മാധ്യസ്ഥമേഘണേ, കാവലാളായി എന്നെ നീ മാറ്റിയിടണമേ. കാവലാളായി ഒരാൾ കൂടെ നടക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ചില പ്രത്യേകതകൾ ജോസഫ് അടയാളപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെയുള്ള കാവൽ നിൽക്കലിനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. നല്ല കാവൽക്കാരനാകുന്നയാൾ
കണ്ണുകൊണ്ട് സത്യത്തിൽ കേൾക്കുകയാണ് ചെയ്യുക. അയാൾ കാതുകൾ കൊണ്ട് കാണുകയാണ് ചെയ്യുക. ഓരോ കാഴ്ച കാണുമ്പോഴും അതിന് പിന്നിലുള്ള ജീവിതം നിലവിളിക്കുന്നത് അയാൾക്ക് കേൾക്കാൻ പറ്റും. ചുറ്റും പരിസരങ്ങളിൽ കാണുന്ന ജീവിതങ്ങളിലെ ദൈന്യതയുടെ ചിത്രം മാത്രമല്ല ഞാനാണ് സഹോദരൻ്റെ കാവൽക്കാരൻ എന്ന ബോധമുള്ള മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവുന്നത്. അയാൾ പതുക്കെ പതുക്കെ അവരുടെ ജീവിതത്തിൻ്റെ നിസ്സഹായമായ നിലവിളികളെ കൃത്യമായി കേൾക്കും. അത് പരിഹരിക്കാനുള്ള ഓട്ടമാണ് പിന്നീട്. ദിവ്യകാരുണ്യനാഥ, തിരുകുടുംബം എന്ന ആ കുടുംബത്തിൻ്റെ പ്രത്യേകത അത് തന്നെയല്ലേ? ജോസഫ് എന്ന കുടുംബനാഥൻ്റെ പ്രത്യേകതയും അത് തന്നെയല്ലേ? അയാൾ ഓരോ കാഴ്ചയിൽ നിന്ന് ദൈവം പറയുന്നതിനെയൊക്കെ കേൾക്കുന്നത് ഞങ്ങൾ അറിയുന്നുണ്ട്. അങ്ങനെയാണ് യൗസേപ്പിതാവ് വിശുദ്ധ യൗസേപ്പിതാവാകുന്നത്, കാവൽക്കാരനായി മാറുന്നത്. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിലും കാണുന്ന കാഴ്ചകളിൽ നിന്ന് അതിൻ്റെ സങ്കട കഥകൾ മുഴുവൻ കേൾക്കാൻ, ഒരു കൊച്ചു വാർത്തയുടെ കേൾവിയിൽ നിന്ന് അതിന് പിന്നിലുള്ള ജീവിതത്തിൻ്റെ മഹാദുഃഖങ്ങളെ വായിച്ചെടുക്കാൻ, അവ പരിഹരിക്കാൻ അവർക്ക് കൂടെയുണ്ടാകാൻ, തളർന്നു വീഴുന്ന ജനത്തിന്, തോറ്റുപോകുന്ന ആളുകൾക്ക്, ജീവിതം മതി എന്ന് വേണ്ടെന്ന് വെച്ച് പിന്തിരിഞ്ഞിറങ്ങാൻ, ജീവിതത്തിൽ നിന്നെല്ലാം കൊട്ടിയടച്ചിറങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ മുൻപിൽ അരുതെന്ന് പറയാൻ, അഭയമായ അരികിലുണ്ടെന്നൊക്കെ പറയാൻ, ദൈവം കൂടെയുണ്ട് എന്ന് പറയാൻ, ദൈവസാന്നിധ്യമുള്ള ഒരു മനുഷ്യനായി നിങ്ങളുടെ യാത്രയിൽ ഞാനുമുണ്ട് എന്നൊക്കെ പറയാൻ ഞങ്ങൾക്കും പറ്റുന്നിടത്താണ് യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം അനുദിനം അനുഭവിക്കുന്ന സമൂഹമായി ഞങ്ങൾ മാറുക. യൗസേപ്പിതാവേ, ഈ കരുതലിൻ്റെ ബോധം അത് തലമുറകളോട്, പ്രകൃതിയോട്, എല്ലാവരോടും എല്ലാത്തിനോടുമൊക്കെ സൂക്ഷിക്കാൻ ഞങ്ങളെയും സഹായിക്കണേ. കരുതലിൻ കാവല കരം പിടിച്ചെന്നി നീ വഴി നടത്തിയിടുക മാറിയൗസേപ്പേ. കരുതലിൻ കാവല കരം പിടിച്ചെന്നി നീ വഴി നടത്തിയിടുക മാറിയൗസേപ്പേ. യൗസേപ്പിതാവേ, മാധ്യസ്ഥമേഘണേ, കാവലാളായ എന്നെ നീ മാറ്റിയിടണമേ. യൗസേപ്പിതാവേ, മാധ്യസ്ഥമേഘണേ, കാവലാളായ എന്നെ നീ മാറ്റിയിടണമേ. ജീവിതത്തിൽ ഒരാളെ സഹോദരന് കാവൽക്കാരനാക്കി മാറ്റുന്നത് എന്താണ്? അതയാൾ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നവന് സഹോദരൻ്റെ കാവൽക്കാരനായേ പറ്റൂ. ഒരാളെ നല്ല കാവൽക്കാരനാക്കുന്നത് അദ്ദേഹം സ്നേഹം അഭ്യസിക്കുന്ന രീതിയാണ്. ജീവിതം പകുത്തു തന്ന, മുറിച്ചു തന്ന, കുരിശിൽ അവസാന തുള്ളി വരെ ചുരിഞ്ഞ ഓ ദിവ്യനാഥ, നിന്റെ മുമ്പിലിരുന്ന് സ്നേഹം അഭ്യസിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് സ്നേഹത്തിൻ്റെ കാവലാളാകാതിരിക്കാനാവുക? നിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന ആളുകൾക്ക് നിരാശയുടെ ഇരുട്ടിൽ പ്രത്യാശയുടെ വലിയ സാക്ഷ്യമായി മാറാതിരിക്കാനാവുക എങ്ങനെയാണ്? അതെ, കാവൽക്കാരനാവുക എന്നാൽ നല്ല വിശ്വാസിയാവുക എന്നാണ്. നന്നായി ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുക എന്നാണ്. നിരാശയുടെ നിലപാട് തറകളിൽ പ്രത്യാശയുടെ പുതിയ ദീപക്കാഴ്ചകൾ ഒരുക്കുക എന്നു തന്നെയാണ് അതിനർത്ഥം. അങ്ങനെ വരുമ്പോൾ വിവേകത്തിൻ്റെ പുണ്യം നിന്നിൽ നിറയും. അങ്ങനെ വരുമ്പോൾ വലിയ ആത്മസംയമനം നിന്റെ ജീവിതത്തിൽ നിറയുന്നത് നീ അറിയും. അങ്ങനെ വരുമ്പോൾ വലിയ ധൈര്യം നിന്റെ ജീവിതത്തിന് മേൽ പരിശുദ്ധാത്മാവ് ചൊരിയുന്നത് നീ അറിയും. അങ്ങനെ വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ വിവേകവും ആത്മസംയമനവും ധൈര്യവും ഒപ്പം നിന്റെ ജീവിതത്തോടൊപ്പം ദൈവം ഒരു സ്ഥിരതയും കൂട്ടിച്ചേർക്കും. ദൈവിക പുണ്യങ്ങളിലും മാനുഷിക പുണ്യങ്ങളിലും നീ മികവുള്ളവനായി മാറും. ഓ ദൈവമേ,
കരുതലിൻ്റെ കാവൽക്കാരനാക്കി വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ ഈ ജീവിതത്തിൻ്റെ മഹായാത്ര തുടരാൻ എന്നെ ആശീർവദിക്കണമേ എന്ന് സ്നേഹത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. കരുതലിൻ കാവല കരം പീഡിച്ചെന്നെ നീ വഴി നടത്തിയിടുക മാറിയൗസേപ്പേ. കരുതലിൻ കാവല കരം പീഡിച്ചെന്നെ നീ വഴി നടത്തിയിടുക മാറിയൗസേപ്പേ. യൗസേപ്പിതാവേ മധ്യസ്ഥമേഘണേ കാവലാളായി എന്നെ നീ മാറ്റിയിടണമേ. യൗസേപ്പിതാവേ മധ്യസ്ഥമേഘണേ കാവലാളായി എന്നെ നീ മാറ്റിയിടണമേ. ദിവ്യകാരുണ്യനാഥ, ഈ ദിനങ്ങളിലെ ഞങ്ങളുടെ ആലോചനകളിൽ വിശുദ്ധ ഔസേപ്പിതാവിനോടൊപ്പം യാത്ര ചെയ്ത് വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ ആയിത്തീരാനുള്ള മോഹമാണ് ഉള്ളത്. സുവിശേഷത്തിലെ നിശബ്ദനായ നീതിമാൻ്റെ ഒപ്പം ഈ ദിവസങ്ങളിൽ ഇറങ്ങി പുറപ്പെട്ടവരാണ് ഞങ്ങൾ. എങ്ങനെയാണ് വിശുദ്ധ ഔസേപ്പിതാവ് നീതി സൂക്ഷിക്കുന്നതെന്ന്, നിശബ്ദനായി ദൈവം പറയുന്നത് കേൾക്കുന്നതെന്ന്, അത്തരം നിലപാടുകൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന്, അയാൾ ദൈവം പറയുന്നത് മാത്രം കേട്ട് മറ്റാരോടും ആലോചനകൾ നടത്താതെ മറ്റാസൂത്രണങ്ങളൊന്നുമില്ലാതെ ദൈവത്തിൻ്റെ കണ്ണിൽ നോക്കി ജീവിതത്തെ എങ്ങനെയാണ് മെനഞ്ഞെടുക്കുന്നതെന്നൊക്കെയാണ് ഞങ്ങൾ ധ്യാനിച്ചത്. അതിനയാൾക്ക് പറ്റും. കാരണം വിദഗ്ധനായ ഒരു തച്ചനാണ്. വാക്കിലും പെരുമാറ്റത്തിലും ശൈലിയിലുമൊക്കെ ആ തച്ചൻ്റെ രീതിശാസ്ത്രമാണ്, ആ തച്ചൻ്റെ സ്നേഹത്തിൻ്റെ തച്ചുശാസ്ത്രമാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമായി മാറുന്നത് എന്ന് ഞങ്ങൾ അറിയുന്നുണ്ട്. സുവിശേഷത്തിൽ മുഴുവൻ നിഴൽ പരത്തി നിൽക്കുന്നത് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഈ നിശബ്ദമായ സാന്നിധ്യവും സ്നേഹം നിറഞ്ഞ ജീവിതവുമാണെന്ന് എത്രയോ തവണ ഞങ്ങൾ ഓർത്തെടുത്തു. ഈശോമിശിഹായുടെ പ്രാർത്ഥനയിൽ പോലും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ സ്നേഹം നിറഞ്ഞ സാന്നിധ്യം ഞങ്ങൾ കണ്ടറിഞ്ഞു. സുവിശേഷത്തിലെ എല്ലാ അനുഭവങ്ങളിലും ഔസേപ്പിതാവ് ഇങ്ങനെ വിടർന്ന വലിയ ശിഖരമുള്ള നിറയെ ഇലകളുള്ള ഫലങ്ങളുള്ള സഫലമായ ജീവിതമായി നിഴൽ പരത്തി നിൽക്കുന്നത്, തണൽ വിരിച്ചു നിൽക്കുന്നത് ഞങ്ങൾ തൊട്ടറിഞ്ഞു. അങ്ങനെ കണ്ട ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ മധ്യസ്ഥൻ്റെ അരികിലേക്ക് ജീവിതത്തിൻ്റെ ഇരുട്ടിൽ, ജീവിതത്തിൻ്റെ വരൾച്ചകളിൽ ചെന്നു കയറണമെന്നാണ് ഞങ്ങൾ ഓർക്കുന്നത്. ഞങ്ങൾക്ക് ജോസഫിൻ്റെ അരികിലേക്ക് പോകാനുള്ള വഴി തെളിച്ചു തരണം. ജോസഫിൻ്റെ അരികിൽ പോകുന്നത് കാവൽക്കാരാകാനുള്ള സഹോദരൻ്റെയും സമൂഹത്തിൻ്റെയും സഭയുടെയും ഞങ്ങൾ ജീവിക്കുന്ന ഈ ആവാസ വ്യവസ്ഥയുടെയും ഒക്കെ കാവൽക്കാരനാകാനുള്ള വലിയ നിയോഗം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓ ദിവ്യകാരുണ്യനാഥ, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതയാത്രയെ ഞങ്ങൾ അനുധാവനം ചെയ്തത് ഞങ്ങൾക്കും ഇതുപോലെയുള്ള കാവൽ ഗോപുരങ്ങളാകാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ്. ഈ കാലം കാത്തിരിക്കുന്നത് ഇത്തരം കാവൽ മാടങ്ങളാണ്. തിന്മയുടെ, പൈശാചിക ശക്തികളുടെ, തിന്മയുടെ എല്ലാ കെടുതികളുടെയും മേൽ ദൈവത്തിൻ്റെ കരുതലിൻ്റെയും കാവലിൻ്റെയും അടയാളങ്ങൾ ഉണ്ടാകാനാണ് ഈ ലോകം ആഗ്രഹിക്കുന്നത്. ഓ പരിശുദ്ധാത്മാവേ, ഈ കരുത്ത്, ഈ ധൈര്യം, ഈ വിവേകം, ഈ ആത്മസംയമനം, ഈ സ്ഥിരത ഞങ്ങളിലേക്ക് ചൊരിയണമേ. വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും ഫലങ്ങൾ ഞങ്ങളിൽ വെളിപ്പെടുത്തണമേ. നസ്രത്തിലെ സ്നേഹം നിറഞ്ഞ തച്ച ഞങ്ങളുടെ ജീവിതത്തെ ദൈവത്തിൻ്റേതാക്കി, ദൈവത്തിന് ഇഷ്ടമുള്ളതാക്കി പണിതുയർത്തണമേ. ഓ ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ മുറിവേറ്റ കരം കൊണ്ട് ഞങ്ങളുടെ എളിയ ജീവിതങ്ങളെ, ഞങ്ങളുടെ നല്ല നിയോഗങ്ങളെ, വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള ഞങ്ങളുടെ വലിയ സ്നേഹത്തെ ആശീർവദിക്കണമേ. ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹപൂർണമായ ആശീർവാദത്തിനായി നമ്മുടെ ജീവിത നിയോഗങ്ങളോടെ, നല്ല പ്രാർത്ഥനകളോടെ, നല്ല തീരുമാനങ്ങളോടെ നമുക്കും ശിരസ് നമിക്കാം.
യൗസേപ്പിൻ സവിധത്തിൽ പോകാ ജീവിത നൗകയെ സമർപ്പിക്കാം. യൗസേപ്പിൻ സവിധത്തിൽ പോകാ ജീവിത നൗകയെ സമർപ്പിക്കാം. യൗസേപ്പിൻ സവിധത്തിൽ പോകാ ജീവിത നൗകയെ സമർപ്പിക്കാം. സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹമുള്ള നസ്രത്തിലെ തച്ചനെ ജീവിതത്തിലേക്ക് സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊണ്ട് തിരുക്കുടുംബത്തിൻ്റെ അഭിഷേകം ജീവിതത്തിൽ സംഭവിക്കാൻ അതിയായി ദാഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ദിവ്യകാരുണ്യ നാഥൻ്റെ ആശീർവാദം പ്രാർത്ഥനാപൂർവം നമുക്ക് സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നത അപ്പം നീ മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും